PM ശ്രീ കരാറിൽ കേരളം ഒപ്പുവെക്കുമ്പോൾ ആ തീയതി ഏതായിരുന്നു? കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആ ഗവൺമെന്റിനെ നിയന്ത്രിച്ച രാഷ്ട്രീയ നേതൃത്വം ആരുടേതായിരുന്നു? അതൊക്കെ മാറിയല്ലോ. ആ രാഷ്ട്രീയ നേതൃത്വം മാറി. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. PM ശ്രീയെ അറബിക്കടലിൽ എറിയാൻ വന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതല്ല. അവരെ ജനങ്ങൾ മാറ്റി. ഷിബു മീര, ഞാൻ ഇതുപോലെ അന്ന് PMA സലാം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് KM ഷാജി വരെ പറഞ്ഞ PM ശ്രീ പദ്ധതി ഞങ്ങൾ ചുരുട്ടിക്കൂട്ടും, PM ശ്രീ പദ്ധതി ഞങ്ങൾ ചവറ്റുകൊട്ടയിലെറിയും, PM ശ്രീ പദ്ധതി ഞങ്ങൾ അറബിക്കടലിൽ എറിയും തുടങ്ങി പറഞ്ഞ വാചകങ്ങളൊന്നും ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല. അങ്ങനെ താങ്കളെ എംബാരസ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. പക്ഷേ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞതെല്ലാം പബ്ലിക് റെക്കോർഡ്സിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ എടുത്തത് മുഴുവൻ കേൾപ്പിക്കാം. എങ്ങനെ അണികളെ അഭിസംബോധന ചെയ്യും സാർ? അണികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ മുസ്ലിം ലീഗ്? അഭിലാഷ്, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് PM ശ്രീ പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ എടുക്കുന്ന നിലപാട്. ആ നിലപാടിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണല്ലോ ഈ ചർച്ച പരിശോധിക്കുന്നത് അഭിലാഷ്. ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് കേരളത്തിൽ ഒരു ചർച്ചയുണ്ടാകാൻ മൂലകാരണമായി നടന്ന സംഭവമുണ്ട്. അതിനെ മാറ്റിവെച്ചിട്ട്, ഇതിൻ്റെ പശ്ചാത്തലം മാറ്റിവെച്ചിട്ട് ഒരു ചർച്ച അസാധ്യമാണ്. PM ശ്രീ കരാറിൽ കേരളം ഒപ്പുവെക്കുമ്പോൾ ആ തീയതി ഏതായിരുന്നു? കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആ ഗവൺമെന്റിനെ നിയന്ത്രിച്ച രാഷ്ട്രീയ നേതൃത്വം ആരുടേതായിരുന്നു? അതൊക്കെ മാറിയല്ലോ. ആ രാഷ്ട്രീയ നേതൃത്വം മാറി. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. PM ശ്രീയെ അറബിക്കടലിൽ എറിയാൻ വന്ന നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഫണ്ട് എന്ത് ചെയ്തു എന്നുള്ളതല്ല. അവരെ ജനങ്ങൾ മാറ്റി. അഭിലാഷ്, രാഷ്ട്രീയത്തിൽ ഒറ്റ ചോദ്യത്തിനും ഒറ്റ വാചകത്തിൽ ഉത്തരവില്ല. ഞാൻ പറഞ്ഞു വരികയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങള് ഗവൺമെന്റ്, അന്നത്തെ LDF ഗവൺമെന്റ് അത് നടപ്പാക്കിയിട്ടില്ല, സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടില്ല. അഭിലാഷ്, ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കരുത്. ഇവർ ഒക്ടോബർ മാസം 16-ാം തീയതി 2025 ഒപ്പുവെക്കുന്നു. 22-ാം തീയതി ഒരു മന്ത്രിസഭാ യോഗം ചേർന്നു. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. CPIക്ക് പോലും അറിയില്ല. 23-ാം തീയതി വാർത്ത പുറത്തു വരുന്നു. പിന്നീട് 12-11-നാണ് ഈ പറയുന്ന കത്ത് പോകുന്നത്, വാസുകി IASന്റെ കത്ത് പോകുന്നത്. ഈ ദിവസങ്ങൾക്കിടയിൽ ഇന്ന് PM ശ്രീയുടെ പേരിൽ ഞങ്ങളുടെ രക്തത്തിന് ദാഹിക്കുന്ന ഈ ശിവൻകുട്ടി അടക്കം, ഇന്ന് നിരന്നു നിൽക്കുന്ന ഈ നേതാക്കന്മാരടക്കം അവരെടുത്ത നിലപാടുണ്ട്. ആ നിലപാട് എന്തായിരുന്നു? ആ നിലപാട് PM ശ്രീക്ക് അനുകൂലമായിരുന്നു, നിങ്ങളുടേതെതിരായിരുന്നു. ഇപ്പൊ നേരെ തിരിഞ്ഞു ഉൾട്ടയായി. മദർ ഓഫ് ഓൾ യു ടേൺസ് എന്ന് നമുക്ക് ഇതിനെ പറയാം. മദർ ഓഫ് ഓൾ യു ടേൺസ്. അന്ന് പറഞ്ഞത് നേരെ നിങ്ങൾ തിരിച്ചു വെക്കുകയാണ്. കമ്മിറ്റഡ് ആയി പോയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേരളം കേൾക്കാണ്. അന്ന് അവർ പറഞ്ഞത് തിരുത്തി പറയുന്നെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ വലിയ യു ടേൺ നടത്തുകയാണ് ഷിബു മീരാൻ. അങ്ങയുടെ വാക്ക് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു അഭിലാഷ്. ഇതൊരു യു ടേൺ ആണോ അല്ലയോ എന്നതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. CPI ഇടഞ്ഞു നിൽക്കുന്നു. CPIക്ക് മുന്നിൽ 3 മാർഗങ്ങളുണ്ട്. 1, മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാം. 2, പിന്നെന്താണ്, അവർക്ക് പുറത്തുനിന്ന് പിന്തുണയ്ക്കാം. മാതൃഭൂമി മാത്രം പറഞ്ഞൊരു കാര്യമുണ്ട്, വേറൊരു ചാനലും അമ്മ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനോഹർ പരീക്കർ വെച്ച സ്റ്റേറ്റ് ഓഫ് ഗോവ സുപ്രീം കോടതിയിൽ ഒരു കേസാണ്. ആ കേസിന്റെ ലോ അനുസരിച്ച് മന്ത്രിസഭ അറിയാതെ ഇത്തരമൊരു തീരുമാനമെടുത്തതിന്റെ പേരിൽ CPIക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം. അന്ന് മാതൃഭൂമി മാത്രം പറഞ്ഞൊരു പോയിന്റ് അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഘട്ടത്തിലെത്തിയപ്പോൾ ഇവർ പിന്മാറി. നെക്സ്റ്റ് ഇവർ കത്തയച്ചു. അഭിലാഷ് ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, അബേയൻസ്. എന്താ അർത്ഥം? ക്യാൻസൽ എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി എന്ന് മാത്രമാണ്. ടെമ്പററി സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി വന്നു. ഞാൻ എത്തിക്കഴിഞ്ഞു. താൽക്കാലികമായി ഇവർ മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു മന്ത്രിസഭാ ഉപസമിതി, സഖാവ് രാജീവ്, സഖാവ് രാജൻ, പിന്നെ റോഷി, ആരൊക്കെയോ 4 പേർ. ആ മന്ത്രിസഭാ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേർന്നില്ല. ചേർന്നായി അഭിലാഷിന് അറിയാമോ? ഫ്രീസ് ചെയ്ത് വെച്ചു. ഫ്രീസ് ചെയ്തതിന് എന്തിനാണ് നിങ്ങൾ ജീവൻ കൊടുക്കുന്നത്? അടുത്ത വർഷം വരെ 2027 വരെ ആ ഫ്രീസ് ആയ ഫ്രീസറിൽ ഇരിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി എന്തിനായിരുന്നു? ഫ്രീസ് ആക്കിയതിന് എന്തിന് ജീവൻ കൊടുത്തു? ഞാൻ എത്തിക്കഴിഞ്ഞു. അന്ന് എന്തിനാണ് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചോ പറഞ്ഞ ന്യായം? ഞങ്ങളിത് പരിശോധിക്കും. കരിക്കുലം നടപ്പാക്കാതെ, NEP നടപ്പാക്കാതെ ഇത് നടപ്പാക്കാൻ മാർഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കലാണ് മന്ത്രിസഭാ ഉപസമിതി. അവരത് യോഗം ചേർന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു. ആ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരും. PM ശ്രീ എന്നൊരു വെല്ലുവിളി 2025 ഒക്ടോബർ 19-ാം തീയതി വരെ കേരളത്തിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല. ഈ കെണിയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി വീഴ്ത്തിയത് LDF ആണ്. ഇപ്പൊ ഞങ്ങളുടെ മുൻപിലുള്ളത് ഹൗ ടു സോൾവ് ഇറ്റ് എന്ന ഇഷ്യൂ ആണ്. ഞങ്ങൾ ആ വഴിയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ മുൻവിധിയോടെ കാണുന്നത് പോലെ കേന്ദ്ര സർക്കാരിന്റെ മുൻപിൽ ഞങ്ങളെല്ലാം അടിയറവെക്കും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരും. അവരിത് പരിശോധിക്കും. ഇടതുപക്ഷം കൊണ്ടുപോയി നിർത്തിയ ഈ അപകട മുനമ്പിൽ നിന്ന് കേരളത്തിന്റെ മതനിരപേക്ഷത എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന ആലോചനയിലാണ് ഞങ്ങളുള്ളത്. മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്ന നടപടി തെറ്റാണ് എന്നിവിടെ ആർക്കും പറയാൻ കഴിയില്ല. കാരണം അവരെടുത്ത നടപടിയാണ് ഞങ്ങളും എടുത്തിട്ടുള്ളത്. ആവർത്തിച്ച് പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. കമ്മിറ്റഡ് ആയി ഇനി പിന്നോട്ടില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളല്ല കമ്മിറ്റഡ് ആയത്, അവരാണ് കമ്മിറ്റഡ് ആയത്. പിന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് എങ്ങനെയാണ്? VD സതീശൻ ഇന്ന് മുഖ്യമന്ത്രി വളരെ വളരെ വ്യക്തമായി പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്. എന്തുകൊണ്ട് മുന്നോട്ട് പോകണം? ഞങ്ങൾ വിവിധ
മുഖ്യമന്ത്രിമാരുമായി BJP ഇതര മുഖ്യമന്ത്രിമാരുമായി ആലോചിച്ചു, അതനുസരിച്ചൊരു കോമൺ ആയിട്ടുള്ള തീരുമാനം എടുത്തതാണ് തുടങ്ങി ഞങ്ങൾ ഇതുമായി മുന്നോട്ടാണ് എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ മന്ത്രിസഭാ ഉപസമിതി വെച്ചിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.